ഭയപ്പെടണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈദവ്യത്തിലെ നിന്ന ഇനി ഓർക്കയില്ല. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അവൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമാണ്. നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടുള്ള ആശ്വാസമറ്റുകളുമായുള്ളവേ, ദൈവം നിനക്ക് അടിസ്ഥാനമിടാൻ പോവുക നീലക്കല്ലുകൊണ്ട്. ദൈവം നിനക്ക് അടിസ്ഥാനമിടും. വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബാല്യത്തിൽ, നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങൾ തലകുനിച്ച് നടന്നവരാ. ദേശത്ത് തല ഉയർത്താൻ കഴിയാതെ, കുടുംബങ്ങളിൽ ബന്ധുമിത്രാദികളുടെ നടുവിൽ തല ഉയർത്താൻ കഴിയാതെ നിന്ദിക്കപ്പെട്ട, നിന്ന ചുമന്ന ഒരു ബാല്യം നിങ്ങൾക്കുണ്ട്. അവഗണിക്കപ്പെട്ട, ഒറ്റപ്പെട്ട കരഞ്ഞ രാത്രികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളെങ്ങനെയാണ് തള്ളി നീക്കുന്നത് നിങ്ങൾക്കറിയില്ല. അത്ര വലിയൊരു വേദനയുടെ ഭാരം നിങ്ങൾ ചുമന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിന്റെ സൃഷ്ടാവായ ദൈവം ഒരാലോചന പറയുകയാ. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഒരാലോചന പറയുകയാ. നിന്നെ മെനഞ്ഞ ദൈവം, കുശവൻ തൻ്റെ കരത്തിൽ ഒരു കളിമണ്ണ് കൊണ്ട് ഒരു പാത്രത്തെ മെനയുന്നത് പോലെ നിന്നെ മെനഞ്ഞ ദൈവം ഇന്ന് പകൽ ആലോചന പറഞ്ഞ്, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. നീ എപ്പോഴും ഇങ്ങനെ തലകുനിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്. ഞാൻ നിന്റെ രട്ടഴിക്കും. നിന്റെ വിലാപത്തെ ഞാൻ നൃത്തമാക്കുന്ന ദൈവമാണ്. കഷ്ടതയ്ക്കൊരു കാലമുണ്ട്. യോസേപ്പ് 13 വർഷക്കാലം പൊട്ടക്കിണറ്റിലും അടിമച്ചന്തയിലും കാരാഗ്രഹത്തിലുമൊക്കെ ഒത്തിരി നിന്ദകളിലൂടെ, അപമാനങ്ങളിലൂടെ, പരിഹാസങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ കടന്നുപോയവനാ. എന്നാൽ ഞാനവൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവമാണ്. ഞാനവൻ്റെ സൃഷ്ടാവായ ദൈവമാണ്. യോസേപ്പിനെ തുടർന്നുള്ള നീണ്ട 80 വർഷക്കാലം മിസ്രൈമിലെ മന്ത്രി പദവിയിലേക്ക് ദൈവം ഉയർത്തിയെങ്കിൽ നിന്റെ ലജ്ജ ഇനി നിന്നെ വാഴത്തില്ല. നിന്റെ നിന്ന ഇനി നീ ഓർക്കയില്ല. വീണ്ടെടുപ്പുകാരൻ വരുന്നുണ്ട്. അവൻ ക്രൂശിൽ തകർക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയാണെന്ന് വ്യക്തമായി അടയാളപ്പെടുത്താൻ അവൻ വരുന്നുണ്ട്. ദൈവം നിന്നെ അടിസ്ഥാനമിട്ട് പണിയാൻ പോവുകയാണ്. നിന്ദകളെ ദൈവം ഉരുട്ടിക്കളയാൻ പോവുകയാണ്. നീ ലജ്ജിക്കപ്പെടുകയില്ല. ലജ്ജ നിന്നെ മൂടിയിരുന്ന കാലഘട്ടങ്ങൾ അത് ഓർമ്മകളായി അവശേഷിക്കാൻ പോകുന്നു. ദൈവം അതിനെ മറക്കുമാറാക്കാൻ പോകുന്നു. ദൈവം നിനക്ക് പുതിയ അധ്യായം തുറക്കാൻ പോവുകയാണ്. പുതിയ ആരംഭങ്ങൾ നൽകാൻ പോവുകയാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ മുമ്പുള്ളവയെ, പണ്ടുള്ളവയെ ഒന്നും നീ ഓർക്കണ്ട. പുതിയത് നിന്റെ വീണ്ടെടുപ്പുകാരൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ദൈവം നിന്റെ തല ഉയർത്തുന്നവനാ. അവൻ നിന്റെ പരിചയമാണ്. അവൻ നിന്റെ മഹത്വമാണ്. അത്ഭുതകരമായ ഒരു ദൈവ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.